ശരിക്കും ഭഗവാനും ഭക്തനും ഇടയ്ക്കുള്ള മീഡിയേറ്ററാണ് പുരോഹിതൻ. ആ പുരോഹിത വൃത്തിയുടെ പവിത്രതയെപ്പറ്റി ഏറ്റവും കൂടുതൽ ബോധവാനാകേണ്ടത് ഭക്തനുമല്ല ഭഗവാനുമല്ല, ഒരുപക്ഷെ പുരോഹിതനാണ്. താൻ ഈ കർമ്മത്തിന് ഈശ്വര നിശ്ചയം ഒന്നുകൊണ്ട് മാത്രമാണ് നിയോഗിക്കപ്പെട്ടത്. താൻ ചെയ്യുന്ന ഓരോ കർമ്മത്തെയും കണ്ടുകൊണ്ട് സർവേശ്വരനും സർവേശ്വരിയും തന്നെ സശ്രദ്ധം വീക്ഷിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫലം തീർച്ചയായും എനിക്ക് കിട്ടും. അതുകൊണ്ട് എന്നെ കർമ്മം ഏൽപ്പിച്ച ആ ഭക്തനെ വഞ്ചിക്കാതെ ഈശ്വരിയുടെ നീതിക്കും ന്യായത്തിനും നിരക്കാത്തതായി ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല. ഒരുപക്ഷെ മന്ത്രം എനിക്കറിയില്ലെങ്കിൽ, ഒരു ഹോമത്തിന് ഏറ്റിട്ടുണ്ടെങ്കിൽ ആ ഹോമം തുടങ്ങുന്നതിന് മുമ്പായി തന്നെയെങ്കിലും ആ മന്ത്രത്തെ ഹൃദയസ്ഥമാക്കുവാനും വിധിപ്രകാരം ചെയ്യുവാനുമുള്ള ശ്രദ്ധയുണ്ടാകണം. കാരണം ഭക്തന്റെ സങ്കടം പരിഹരിക്കുവാൻ വേണ്ടി ഭക്തൻ വിശ്വസിച്ചെന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് ഈ ഹോമം. അതുകൊണ്ട് ആ ഭക്തന്റെ പ്രാർത്ഥന ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് എത്തണം, തൃശ്ശേവടികളിലേക്ക് എത്തണം. ഭഗവാന്റെ അനുഗ്രഹം ആ ഭക്തന് വാങ്ങിക്കൊടുക്കണം. അതായത് ഒരു വക്കീല് തൻ്റെ കക്ഷിക്ക് വേണ്ടി ശക്തിയുക്തവും നീതിയുക്തവും ആത്മാർത്ഥതയോടും കൂടി വാദിച്ച് ആ കേസിനെ വിജയിപ്പിക്കാൻ എടുക്കുന്ന അതേ എഫർട്ടായിരിക്കണം ഒരു പുരോഹിതനും എടുക്കേണ്ടത്. പക്ഷെ പലപ്പോഴും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ യോഗ്യത നേടിയിട്ടുള്ളവരാണോ എന്ന് പോലും അറിയാതെ പലരെയും നമ്മൾ പൂജയ്ക്കാൻ തിരഞ്ഞെടുക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള ഏടാകൂടങ്ങളിൽ ചാടാതിരിക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് പരിചിതങ്ങളായിട്ടുള്ള ഉറപ്പുള്ളവരെ തിരഞ്ഞെടുക്കൂ. ഇനിയും തിരഞ്ഞെടുത്താൽ തന്നെ കൊടുക്കുന്ന ദക്ഷിണ അർഹതയുള്ള കാര്യങ്ങളിലേക്കാണോ എത്തുന്നത് എന്ന് ശ്രദ്ധിക്കണം. അവർ കൃത്യമായിട്ടാണോ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇത്തരത്തിലുള്ള ആസുരീയ പ്രവണതകളെയും ആസുരീയ സ്വഭാവധാരികളെയും തീർച്ചയായും ഒരു പരിധിവരെയെങ്കിലും നമ്മൾക്ക് അകറ്റി നിർത്താം. എന്നെ ആരെങ്കിലും പറ്റിക്കുന്നുവെങ്കിൽ അത് പറ്റിക്കുന്നവൻ്റെ മിടുക്കല്ല, മറിച്ച് എന്നിലുള്ള സർവേശ്വരിയുടെ ആ ജ്ഞാനദേവതയുടെ പരിപൂർണമായ ജ്ഞാനത്തെ ഞാൻ പ്രയോജനപ്പെടുത്താത്ത ഒരൊറ്റ കാരണത്താലാണ് മറ്റൊരുത്തൻ എന്നെ പറ്റിക്കുന്നത് എന്ന ബോധമുണ്ടായാൽ തന്നെ തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ജ്ഞാനിയുടെ തലത്തിലേക്ക്, സ്വയം പര്യാപ്തയുടെ തലത്തിലേക്ക് ഉയരും. അങ്ങനെ അത് മന്ത്രജപത്തിലാകട്ടെ, കർമ്മമേഖലകളിലാകട്ടെ, ഏത് മേഖലകളിലായാലും നമ്മെ ചതിക്കാതിരിക്കുവാനും വഞ്ചിക്കാതിരിക്കുവാനും മറ്റുള്ളവൻ്റെ ചട്ടുകമായി മാറാതിരിക്കുവാനും അവനവൻ തന്നെ സ്വയം ഒരല്പം അറിവിനെ ആർജിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, മറിച്ച് അത് ആർജിക്കുക തന്നെ വേണം എന്ന് അറിവിൻ്റെ നിർവ്വടങ്ങൾ നിരന്തരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഈ മന്ത്രത്തെ നമുക്കിനിയും വിധിപ്രകാരം ഒന്ന് അറിയുവാൻ ശ്രമിക്കാം. അസ്യ ശ്രീ നവാക്ഷരീ മന്ത്രസ്യാത് ബ്രഹ്മ വിഷ്ണു രുദ്ര ഋഷയ ഗായതൃഷ്ണീം ഗനുഷ്ടുച്ഛന്ദഃ